ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാ മാസവും 4000 രൂപ ആവാറുള്ളടുത്ത് 7000 ചില്ലാൻ രൂപയാണ് ആയിട്ടുള്ളത്. അതും ശ്രുതിക്ക് വേണ്ട നട്ട്സുകളും സാധനങ്ങളും, അതുപോലെ മുഖത്ത് തേക്കുന്ന കോസ്മെറ്റിക്സ് ഐറ്റംസും അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ് ബാക്കിയുള്ള വില. അപ്പൊ സച്ചി കണക്ക് പറയുന്നുണ്ട്, എന്തിനാണ് ഇവൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുക, ഒന്നില്ലെങ്കിൽ ഇവള് സ്വയം കാശ് കൊടുത്ത് വാങ്ങിക്കണം, ഇല്ലെങ്കിൽ ഇവൻ വാങ്ങിച്ചു കൊടുക്കണം, ഇവന്റെ ഭാര്യയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ്, അതുകൊണ്ട് ഇത് തിരിച്ചു കൊടുക്കാൻ പോവാണ് എന്നൊക്കെ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കാണ്. എനിക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തന്റെ വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ഭാഗത്തിലാണ് എന്തായാലും ഈ ആഴ്ചയിലെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ അടുത്ത ആഴ്ചയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് പൈസ വേണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ബാഗിൽ നിന്നും കുറച്ച് പൈസ എടുക്കുകയാണ്. അപ്പൊ ശ്രുതി പിന്നാലെ പോകുന്നുണ്ട്. ശ്രുതി പറയാണ്, എന്തിനാ ശ്രുതിക്ക് പൈസ കൊടുക്കണം, അതൊന്നും വേണ്ട, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ്, സച്ചി എന്തെങ്കിലും അവിടെ കിടന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ദേഷ്യത്തോടു കൂടി ശ്രുതിയെ നോക്കുകയാണ്. ഒരു നാണോ ഇല്ലാതെ അങ്ങനെ പറയണ കേട്ടപ്പോഴും അങ്ങനെ ശ്രുതി ആ പൈസ കൊണ്ട് സച്ചിയെ ഏൽപ്പിക്കുക ഇങ്ങനെ കൈനീട്ടി നിൽക്കുകയാണ്. ഇന്നാ നിങ്ങളുടെ പൈസ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര ആ പൈസ മടക്കി, വേണ്ട മോളെ അവനൊന്നും കൊടുക്കണ്ട, അവനതൊന്നും വാങ്ങിക്കില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. അവന്റെ വാക്കൊന്നും മോള് കേൾക്കാൻ നിൽക്കണ്ട, അവൻ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആര് പറഞ്ഞു വാങ്ങിക്കില്ല എന്നും പറഞ്ഞിട്ട് ആ പൈസ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഇനി ഇതുപോലെ എല്ലാ മാസവും ഞങ്ങൾ ഇതുപോലെ പൈസ ഞങ്ങൾ ചെലവിന് തരാം, ഈ വീട്ടിലെ പലവ്യഞ്ജന സാധനങ്ങളെല്ലാം ഇനി മുതൽ ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറയുന്നത് കേട്ട് ശ്രുതിയുടെ നെഞ്ചിരിക്കുകയാണ്. കാരണം ശ്രുതിയുടെ വിചാരം ശ്രുതിക്ക് ജോലിയുണ്ട് എന്നാണ്. അപ്പൊ രണ്ടുപേർക്കും ജോലി ഉള്ളത് കൊണ്ട് ഈ വീട്ടിലെ ചെലവുകളൊക്കെ നടത്താമെന്നൊക്കെയാണ് ശ്രുതിയുടെ തോന്നല്. പക്ഷെ അതൊന്നല്ല സത്യം ശ്രുതിക്ക് അറിയില്ലല്ലോ. അപ്പോ ശ്രുതി പറയാണ്, എന്തിനാണ് അതൊക്കെ ഏറ്റെടുക്കണേന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം, ശ്രുതിക്ക് കിട്ടുന്ന ആ ശമ്പളത്തുക അങ്ങനെ ഇവിടെ ചെലവിന് തന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഒരാളും ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട. അപ്പൊ സച്ചി പറയണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ആണ്. അങ്ങനെ ശ്രുതി ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്ര നമ്മുടെ ശ്രുതി ഇങ്ങനെ തട്ടിയിട്ട് പറയാണ്, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, അവളെ പോയി സമാധാനിപ്പിക്കാൻ പറഞ്ഞ അങ്ങനെ പുറകെ ആയിട്ട് പോകുന്നുണ്ട് ശ്രുതി. എന്നിട്ട് പറയാണ്, ശ്രുതി എന്തിനാ നീ പൈസ ഒക്കെ കൊടുത്ത്? അപ്പൊ പറയുന്നുണ്ട്, നിനക്ക് നാണയില്ലേ, നിന്റെ ഭാര്യയല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിച്ചത്, സ്വന്തം ഭർത്താവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇത്തിരിയെങ്കിലും വേദന തോന്നില്ല, ഒരു നാണക്കേട് തോന്നില്ല, നീ എന്ത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി വഴക്കുണ്ടാക്കുന്നുണ്ട്. എനിക്കിതൊന്നും കേട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പൊ പുറകെ ആയിട്ട് ചന്ദ്ര വരുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും സാരില്ല മോളെ, അവനൊരു പാവാണ്, ശ്രുതി ഒരു പാവാണ്, സച്ചിക്ക് ഇങ്ങനെ വളവള സംസാരിക്കും, അതുപോലെ ഒന്നും തിരിച്ചു പറയാൻ ശ്രുതിക്ക് അറിയില്ല, മോള് ശ്രുതിയെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാണ്. അപ്പോൾ അമ്മയോടും പറയുന്നുണ്ട്, എന്തായാലും ഈ വീട്ടിൽ ഞങ്ങൾക്കൊരു നിലയും വിലയൊക്കെ വേണം, ഞങ്ങൾക്കൊരു മര്യാദ അവർ തന്നിരിക്കണം, സച്ചി പലപ്പോഴായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറ്, അതുപോലെ തന്നെ ഇനി ശ്രുതിയുടെ പൈസ സാലറി കിട്ടുന്ന തുക മുഴുവനും ഇവിടെ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുന്ന ചന്ദ്ര, അതെ അതെ അതെ, കിട്ടുന്ന പൈസ മുഴുവൻ ഇവിടെ കൊടുക്കാം എന്നിങ്ങനെ ഒരു ആക്കിയ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയണം, അത് എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എന്നും പറഞ്ഞ് ബാഗ് എടുത്തിട്ട് നീ ജോലിക്ക് പൊക്കോ എന്നും പറഞ്ഞിട്ട് ചന്ദ്രയിൽ നിൽക്കാണ്. അങ്ങനെ ബാഗും എടുത്ത് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിയും രേവതിയും കാർ എടുത്തിട്ട് രേവതിയോട് പറയുന്നുണ്ട്, ഇനി എന്തായാലും നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, നീ ഇനി ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണമൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, നീ വായോ, നമുക്കൊന്ന് പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി വിളിക്കുന്നുണ്ട് രേവതി. അപ്പൊ രേവതി പറയാണ്, ഇല്ല ഞാനില്ല എന്ന് പറയുമ്പോഴും നീ വായു എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്, ഇനി നീ എല്ലാവർക്കും വെച്ച് വിളമ്പാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചന്ദ്രയ്ക്കാണെങ്കിൽ രേവതി വന്നതിൽ ചെറിയൊരു ആശ്വാസമുണ്ട്, കാറിന്റെ അടുക്കളയിൽ കയറുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാ പണിയും ചന്ദ്ര തന്നെ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ചന്ദ്രയ്ക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ വിളിച്ചിട്ട് കാറിൽ കയറി അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവിടെ നടന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ച് രേവതി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ശ്രുതിയോട്, ശ്രുതിക്ക് നല്ല വിഷമായെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിഷമാവാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത്, എന്തായാലും ശ്രുതിയേക്കാൾ ഇത്തിരി നാണോ മാനോ ഒക്കെ ഉണ്ട് ശ്രുതിക്ക്, അവള് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള 50 ലക്ഷം രൂപ അച്ഛന്റെ പൈസ ഉണ്ടല്ലോ, അത് നമുക്ക് പതുക്കെ ഇതുപോലെ മേടിച്ചെടുക്കണം, അവള് വിചാരിച്ച കാര്യങ്ങൾ നടക്കാം, അവളുടെ അച്ഛൻ മലേഷ്യയിലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു ആൾക്കൂട്ടം കണ്ടിട്ട് ഇങ്ങനെ അവരിങ്ങനെ വണ്ടി നിർത്താണ്. അപ്പോൾ ആൾക്കൂട്ടം വേറെ ഒന്നുമല്ല, ശ്രുതിയുടെ മകൻ ആദിയും അമ്മയും കൂടി നടന്നു പോകുമ്പോൾ അമ്മയ്ക്ക് തലകറക്കം വന്ന് അങ്ങനെ അവിടെ ബോധരഹിതയായി വീഴുകയാണ്. അപ്പോൾ അവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ട് ഈ അമ്മയ്ക്കും മകനും ചുറ്റും. അപ്പോൾ സച്ചി കാറ് നിർത്തി സച്ചിൻ രേവതി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആദ്യമായി അമ്മയെയും കാണുമ്പോൾ അമ്മൂമ്മയെയും കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാവാണ്. അയ്യോ സച്ചിയേട്ടാ എന്നും പറഞ്ഞ് വേഗം എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ആ അമ്മയെ താങ്ങിയെടുത്ത് സച്ചിയുടെ കാറിൽ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഇവരെന്താണ് നമ്മുടെ നാട്ടിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോധവുമില്ല ആ അമ്മയ്ക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം പറയുന്നുണ്ട് 48 മണിക്കൂർ അതിനുള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, അതിനുള്ളിൽ എന്തായാലും ബോധം വരും, അതെപ്പോൾ വേണമെങ്കിലും വരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ ഷുഗറും പ്രഷറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ബന്ധുക്കളാണോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിട്ടിരിക്കുകയാണ്. കാരണം അമ്മൂമ്മയ്ക്ക് ഇത് സംഭവിച്ചു. അപ്പോൾ സച്ചിയും രേവതിയൊക്കെ കുഞ്ഞിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോൻ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നത്, മോൻ്റെ ആൻറ്റിയെ കാണാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആദ്യമാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. കാരണം തന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കാണാനോ നിന്നോട് മിണ്ടാനോ ഞാൻ നിൽക്കില്ല എന്ന് ശ്രുതി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഓർത്തിട്ട് ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന അമ്മയുടെ അരികിൽ ആദ്യം നിർത്തിയിട്ട് പോകാൻ പറ്റില്ല സച്ചിക്കും രേവതിക്കും. അതുകൊണ്ട് തന്നെ സച്ചിൻ രേവതിയും ആ കുഞ്ഞിനെയും തോളിലിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം, നാളെ വരാമെന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു സിസ്റ്ററെ ഏൽപ്പിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് സച്ചിയുടെ തോളിൽ കിടന്ന് ആ കുഞ്ഞു ഉറങ്ങുന്നുണ്ടായിരുന്നു. ഉറങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും ഉറങ്ങി. അപ്പം ചന്ദ്ര കാണുന്നുണ്ട്. ചന്ദ്ര ചോദിക്കുകയാണ് എന്താ ഇത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതാരാ, ഇതെന്തിന് ഇതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം സച്ചി പറയാണ് അമ്മയ്ക്ക് മനസ്സിലായില്ലേ ആരാണെന്ന്, ഇത് മുഖം കണ്ടിട്ടില്ലല്ലോ, അമ്മ പുറകെയല്ല കാണുന്നുള്ളൂ എന്നും പറഞ്ഞ് മുഖം തിരിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആദിയാണ് എന്ന് പറയണം, ഇവിടെ വന്നിട്ടില്ലേ എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്ര അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ശ്രുതി പെട്ടെന്ന് പുറത്തേക്ക് വാതിൽ തുറന്ന് വരാൻ നിൽക്കുമ്പോഴാണ് സച്ചിയുടെ തോളിൽ ആദി കിടക്കുന്നത് കാണുന്നത്. തൻ്റെ കുഞ്ഞെന്താ ഇവിടെ വന്നത് എന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുന്നുണ്ട് ശ്രുതി. അങ്ങനെ ശ്രുതി വാതിലിൻ്റെ മറയിൽ തന്നെ നിന്നുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ എന്താ ഈ കുട്ടീനേക്ക് ഇവിടെ കൊണ്ടുവന്നില്ല, ഈ അനാഥയായ ഈ ദാരിദ്ര്യം പിടിച്ച കുട്ടീനേക്ക് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരാം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ആ കുട്ടിയെ വളരെ അപമാനിക്കുന്ന രീതിയിൽ, വളരെ മോശമായ രീതിയിലാണ് ആ കുഞ്ഞിനെ, കൊച്ചുകുട്ടിയെ പറ്റി ചന്ദ്ര പറയുന്നത്. അതൊക്കെ കേട്ട് സച്ചിക്കും രേവതിക്കും സങ്കടം വരുന്നുണ്ട്. അമ്മ അതെന്തൊക്കെ ഈ പറയുന്നത്, ഒരു കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, അമ്മ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വന്തം അമ്മ ഇത് കേട്ട് കഴിഞ്ഞാൽ സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ശ്രുതി ഇതെല്ലാം കേട്ട് അവിടെ ഇരുന്ന് കണ്ണീരൊഴുക്കുകയാണ്. തൻ്റെ കുഞ്ഞിനെ പറ്റി പറയുന്ന ഓരോ വാക്കുകൾ നെഞ്ചിലേക്ക് തറക്കുന്നത് പോലെ തന്നെയാണ് ശ്രുതിക്ക് തോന്നുന്നത്. അങ്ങനെ ശ്രുതി ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വഴിയരികിൽ ആൾക്കൂട്ടം കണ്ടതും ആ അമ്മയ്ക്ക് ബോധം ഇപ്പോഴും വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രുതി വേഗം തന്നെ അവിടെ നിന്നൊരു വിധത്തിൽ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വേഗം തൻ്റെ അമ്മയ്ക്ക് അരികിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് അരികിലേക്ക് എത്തിയിട്ട് അമ്മ എന്താ പറ്റി, അപ്പത്തിന് അമ്മയ്ക്ക് ബോധമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അമ്മ എന്താ പറ്റിയത്, അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നില്ല. മോളെ കാണാൻ വേണ്ടി വന്നതാണ്, അമ്മയ്ക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ, അപ്പം എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും മരുന്നൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ അതായത് റൂമിൻ്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അതാ വരുന്ന നമ്മുടെ സച്ചിൻ രേവതിയും സച്ചിയുടെ കയ്യിൽ കുഞ്ഞുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. 3 പേരും കൂടി വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് അമ്മ കിടക്കുന്ന അതേ റൂമിലേക്ക് തന്നെ ഓടിക്കയറുകയാണ് ശ്രുതി. എന്നിട്ട് അവിടെ ഒരു മറവിൽ നിൽക്കുന്നുണ്ട്, മറഞ്ഞു നിൽക്കുകയാണ് ഒരു കർട്ടൻ്റെ മറവിലായിട്ട്. അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് അമ്മയ്ക്ക് ബോധം തെളിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവൻ എന്താവുമായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ അമ്മ അങ്ങനെ നന്ദി പ്രകടനമൊക്കെ സച്ചിയോടും രേവതിയോടും പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ എന്നൊക്കെ സച്ചിയും രേവതിയും പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മകളുടെ നമ്പർ തായോ ഞാൻ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണ്, എനിക്ക് നമ്പർ കാണാതെ അറിയില്ല എന്നൊക്കെ നോണ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ബന്ധുക്കളെ നമ്പർ ഉണ്ടെങ്കിൽ തായോ എന്ന് ഞങ്ങൾ വിളിച്ച് പറയാമെന്ന് പറയുന്നു. അതും എനിക്കറിയില്ല എന്ന് പറയാം, എല്ലാം ഫോണിലാണ്, ഫോൺ കംപ്ലൈൻ്റ് ആയല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ കുഴപ്പം, നമ്പർ ഒന്നും എഴുതി വെക്കുകയില്ല, കാണാതെ പഠിക്കുകയില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട് അപ്പുറത്തെ ആ മറവിൽ നിന്ന് തന്നെ നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുകയാണ്.
അങ്ങനെ അതേ സമയത്ത് അവിടേക്ക് ബില്ല് കെട്ടണമെന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ആയി. ബില്ല് കെട്ടിക്കഴിഞ്ഞാൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ വലിയൊരു 8,000 രൂപയുടെ ബില്ലോ മറ്റോ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കാണുന്ന സച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷില്ല, വീട്ടിൽ പോയി ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം വിളിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് ഇല്ല ഞാനില്ല എന്ന് പറയാണ്. അങ്ങനെ ആദ്യയെ അമ്മയുടെ അരികിൽ നിർത്തിയിട്ട് രേവതിയും സച്ചിയും കൂടിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് പൈസ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രേവതി ഇവിടെ നടക്കുന്ന ഈ സംഭവത്തിനെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ സച്ചിയോട് പറയുന്നുണ്ട്. ആദ്യക്ക് എന്തൊക്കെയോ ഭയമുണ്ട്, അതുപോലെ അമ്മയുടെ സംസാരത്തിൽ എന്താ പരിങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടണ്ട, അവർക്ക് എന്തൊട്ട് നമ്മളോട് മറക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ച് സച്ചി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയും വീട്ടിലേക്ക് പൈസ എടുക്കാൻ പോയ തക്കം വേഗം തന്നെ ശ്രുതി തൻ്റെ കയ്യിലുള്ള പൈസ ബില്ല് അടച്ചിട്ട് അവർ അമ്മയെയും മകനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. പോകുന്നത് തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ മീരയുടെ വീട്ടിലേക്ക് അവിടെ നിർത്തിയിട്ട് അവിടെ കുറച്ച് ദിവസം അവിടെ നിർത്താനാണ് നമ്മുടെ ശ്രുതിയുടെ തീരുമാനം. ഇതേ സമയത്ത് പൈസയുമായി ബില്ലടയ്ക്കാൻ വരുന്ന സച്ചിൻ രേവതിയും ഞെട്ടുകയാണ്. അവർ ഒരു വാക്ക് പോലും പറയാതെ പോയല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ സച്ചിൻ രേവതിയും നിൽക്കുന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ അവരുടെ മകൾ വന്നിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാണ്. അങ്ങനെ സുരക്ഷിതമാക്കുന്നുണ്ട് ശ്രുതി തൻ്റെ അമ്മയെയും മകനെയും. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഒരു ചെക്കപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇനി നാട്ടിലേക്ക് പോയാൽ മതി, എല്ലാ ദിവസവും അമ്മയെ ഞാനിവിടെ വന്ന് കണ്ടോളാം എന്നൊക്കെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതി. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ, താങ്ക്